5th പൊസിഷൻ പോകുന്നത് ഷീന ചേച്ചി ആൻഡ് ശൈത്യ. അമ്മയും മകളും സൂപ്പർ. കൺഗ്രാറ്റുലേഷൻസ് ഷീന. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ. ഇത് എന്താ പറയുക, ഷീന ശൈത്യ എന്ന അവർക്കാണ് 5th പൊസിഷൻ കിട്ടുന്നത്. അമൃത TV-യിലെ അമ്മയും മകളും എന്നുള്ളൊരു പ്രോഗ്രാമിനാണ് 5th പൊസിഷനാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് പേരിൽ നിന്നിട്ട് അവർക്കാണ് 5 പേരാവുമായിരിക്കുമല്ലോ. ഒരു റിയാലിറ്റി ഷോ പറയുമ്പോൾ 5 പേരായിരിക്കും. അതിൽ 5ാമത്തെ സ്ഥാനമാണ് ഷീന ശൈത്യ എന്ന അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ശ്വേതാമേനൻ ഇത് അനൗൺസ് ചെയ്തിട്ട് ശ്വേതാമേനൻ ഇത് മൊമെൻറ്റോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും മൊമെൻറ്റോ വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, അഹങ്കാരത്തോടു കൂടി തന്നെ പറയുകയാണ്. അവർ മൊമെൻറ്റോ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്വേതാമേനൻ പറയുന്നുണ്ട് ഇത് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. എന്താ ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. അപ്പോൾ നമ്മളിത് ഇത്രയും പേരിൽ നിന്നാണ് നമ്മൾ 5ാമത്തെ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അതൊരു ചെറിയൊരു കാര്യമേ അല്ല. അത് നമ്മൾ നിസ്സാരമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു 5ാം സ്ഥാനത്ത് നിന്നായിരിക്കും നമുക്ക് പിന്നീടുള്ള നമ്മുടെ ഇത് മാറുന്നത്, നമ്മുടെ ലൈഫ് തന്നെ മാറുന്നത്. അപ്പോൾ നമ്മൾ 5ാം പൊസിഷൻ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ മൊമെന്റ് തരുന്ന സമയത്ത് അതും ശ്വേതാമേനനാണെങ്കിൽ നല്ല താഴ്മയോട് കൂടിയിട്ടാണ് ആ മൊമെന്റ് കൊടുക്കുന്നത്. അപ്പോൾ എത്ര താഴ്മയോട് കൂടി, അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയുന്ന ആ ഒരു ഇതിലാണ്. അത്രയും താഴ്മയോട് കൂടി കൊടുക്കുമ്പോൾ അവർ അഹങ്കാരത്തോടു കൂടി ഞങ്ങൾക്കിത് വേണ്ടെന്ന് പറഞ്ഞാൽ അമ്മയും മോളും ഒരേപോലെ തന്നെ അവർ ഇതുപോലും പറയുന്നില്ല. എന്താ പറയുക, രണ്ടുപേരും ഒരേ സ്വരത്തിൽ തന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അത് തട്ടി മാറ്റിയിട്ട് അവർ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ക്ലിപ്പ് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ. ശൈത്യ മൊമെന്റ് വേണ്ട. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഈ ഒരു റൗണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ ഒരാളുടെയും ഡാൻസോ പ്യോർലി പെർഫോമൻസ് ബേസിലാണ് നമ്മൾ ഇവിടെ കുറേ ആൾക്കാർക്ക് കുറേ കണ്ടില്ലേ. എന്തായാലും ഇതും ഒട്ടും ശരിയായിട്ട് തോന്നുന്നില്ല. കാണുന്നവരാണെങ്കിലും എല്ലാവരും ഇതിലിപ്പോൾ നമ്മൾ വേറെ ഒരു ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ആൾക്കാരൊക്കെ പറയുന്നത് അഹങ്കാരമാണ്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവരാണെങ്കിൽ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അവർ പറയുന്നത് ഞങ്ങൾക്ക് ഈ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 3.5 ലക്ഷമാണ്. പക്ഷെ അവർക്ക് ചിലവായത് എന്തോ 6-6.5 ലക്ഷത്തോളം അവർക്ക് ചിലവായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച ഒരു അംഗീകാരം അവർ തന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അവർ എന്താ പറയുക, ഫസ്റ്റ് പൊസിഷൻ തന്നെയാണ് അവർ ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിയാണ്, നമ്മൾ ഫസ്റ്റ് പൊസിഷൻ ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ എന്തൊരു പരിപാടിക്ക് നമ്മൾ വരുന്നത്. നമ്മുടെ പെർഫോമൻസ് അന്നത്തെ ശരി അല്ലെങ്കിൽ നമുക്കത് അന്നത്തെ ആ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ പിന്തള്ളിയിട്ട് ആരാണ് നന്നായിട്ട് പെർഫോം ചെയ്ത് അവർക്ക് കൊടുക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു ഇതോടുകൂടി വേണം നമ്മളൊരു സ്റ്റേജിലോട്ട് പോവാൻ, നമ്മളൊരു റിയാലിറ്റി ഷോയിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ പൈസ കൊടുത്തിട്ട് അല്ലല്ലോ നമ്മൾ ഫസ്റ്റ് കിട്ടണം എന്നുള്ളൊരു ഇതിലല്ലല്ലോ നമ്മൾ അവർക്ക് പൈസ കൊടുത്ത് വെച്ചിരിക്കുകയല്ലോ ഫസ്റ്റ് കിട്ടണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് അവർ കമന്റ് കൊടുത്തതും ഇതെല്ലാം ഒരു ഇന്റർവ്യൂലൊക്കെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ അവർ ഫസ്റ്റ് ആഗ്രഹിച്ചിട്ട് തന്നെ പോയ ആൾക്കാരാണ്. എന്ത് തന്നെയാണെങ്കിലും ഇവർ ചെയ്തത് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. അവർക്ക് എന്താ പറയാ, ഈ ഒരു ഇതിൽ നിന്നും മുന്നോടിയായിട്ട് ഇനിയും കുറെ അവസരങ്ങൾക്ക് അവർക്ക് കിട്ടുമായിരുന്നു. ഈ ഒരു ഇത് മാത്രമല്ല, ഈ ഒരു പ്ലാറ്റ്ഫോം മാത്രമല്ല അവരുടെ മുന്നിലുള്ളത്. ഇനി വീണ്ടും ഒരുപാട് ഇത് ഉണ്ട്, മുന്നിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് കിട്ടും. അപ്പോൾ എന്താ പറയുക, ലാൽ ജോസ് ആണ് എന്താണ് അതിന്റെ ഇതൊക്കെ ചെയ്യുന്നത്. ലാൽ ജോസും പറയുന്നുണ്ട് ഇത് ചെയ്തത് ശരിയല്ല, ഒരു ആള് എന്താണ് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ലാൽ ജോസും പറയുന്നുണ്ട്. എന്തായാലും ഇത് ഭയങ്കര ഒരു ഇതാണ്. ശ്വേതാമേനൻ ഭയങ്കര വിഷമമായിപ്പോ ഇങ്ങനെ
കാണിച്ചത് ഒട്ടും പെട്ടെന്ന് എന്താണ് ഒരു മൊമെന്റ് കൊടുക്കുന്ന സമയത്ത് വേണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് കാണുമ്പോൾ തന്നെ അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. നമ്മൾ എന്താ പറയാ, കിട്ടിയ എന്താണ് നമ്മുടെ മനസ്സിൽ വിഷമം ഉണ്ടാവും, ആ വിഷമം ഉള്ളിൽ ഒതുക്കിയിട്ട് നമ്മൾ ആ മൊമെന്റ് സ്വീകരിച്ചിട്ട് ഒന്ന് ചിരിച്ചു പോയതാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഒരുപാട് അവസരങ്ങൾ കിട്ടുമായിരുന്നു. അപ്പൊ ഇത് ചെയ്തത് എന്തായാലും എനിക്ക് ഇതായിട്ട് തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് നിങ്ങളും നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പൊ ലാൽ ജോസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേൾക്കാട്ടോ, ഒന്ന് കേട്ടു നോക്കൂ. അതിനോട് സമീപിക്കണം എന്നുള്ളത്. ഞാനൊരു റിയാലിറ്റി ഷോയുടെ ജഡ്ജായിരുന്നു. അപ്പോൾ ആ ഷോയിൽ 16 പേരുണ്ടായിരുന്നു. 8 ആൺകുട്ടികളും 8 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ തുടക്ക സമയം തൊട്ടിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, ഇത് വിജയിക്കുക, പെർഫോമൻസസ്, സ്റ്റേജ് പെർഫോമൻസസ് ഒക്കെ ആ ദിവസത്തിൻ്റെ കാര്യമാണ്. അത് നിങ്ങളുടെ ടാലൻറ്റിൻ്റെ ഒരു അവസാന വാക്കൊന്നല്ല. ആ ദിവസം ലാൽ ജോസും പറഞ്ഞിട്ടില്ല. എന്താണെങ്കിലും ഇത് ചെയ്തത് ഒട്ടും ശരിയല്ല. എല്ലാവരും അവർക്ക് ഷോക്കായി, പെട്ടെന്ന് ഇങ്ങനെയുള്ളൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു ഇത് കാണുമ്പോൾ ആരാണെങ്കിലും അത് ഇതായിട്ട് ഷോക്കായി പോകും. എന്തായാലും ഇത് ഇവർ ചെയ്തത് ഭയങ്കര ഒരു ഇത് തന്നെ ആയിപ്പോയി. ഇവർക്ക് ഒരുപാട് അവസരങ്ങൾ ഇനിയും കിട്ടുമായിരുന്നു. ഈ ഒരു ഇത് മാത്രമല്ല അവരുടെ മുമ്പിലുള്ളത്. ഇപ്പൊ നമ്മൾ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വരാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്. അപ്പോൾ നമുക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യമാണ് അവർക്ക് കിട്ടിയത്. അപ്പൊ അവരത് നല്ലതുപോലെ യൂട്ടിലൈസ് ചെയ്തതാണെങ്കിൽ അവർക്ക് വീണ്ടും ഒരുപാട് അവസരങ്ങൾ അവരെ തേടി എത്തുമായിരുന്നു. ഇപ്പൊ ഫസ്റ്റ് പൊസിഷനിൽ എത്തിയ ആൾക്കാർക്ക് ചിലപ്പോൾ അത്രയും അവസരങ്ങൾ കിട്ടിയെന്ന് വരില്ല. ഇവർക്കായിരിക്കും ചിലപ്പോൾ ആ ഒരു ഇതിന്റെ ഇതിൽ കിട്ടുന്നത്. അപ്പൊ അതെല്ലാം കാറ്റിൽ പറത്തി എന്റെ മൊമെന്റ് വേണ്ടാന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ടാണ് അവർ പോയത്. എന്തായാലും ഇത് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു തന്നെയാണ്. എന്തായാലും ഇത്രയും അഹങ്കാരം ആർക്കും പാടില്ല. താഴ്മയോട് കൂടി കൊടുത്ത ആ മൊമെന്റ് വാങ്ങിച്ച് സന്തോഷത്തോടു കൂടി പോയതാണെങ്കിൽ എല്ലാവരുടെ മനസ്സിലും ഒരു നല്ലൊരു സ്ഥാനം ഇവർക്ക് എന്തായാലും അമ്മയ്ക്കും മോൾക്കും ഉണ്ടായേനെ. ഇതെന്തായാലും ഈ ഒരു എന്താ പറയാ, അവിടെയുള്ള ആൾക്കാരെയും എല്ലാവരും കണ്ടസ്റ്റൻസിനെ ആണെങ്കിലും അവിടുത്തെ ജഡ്ജസിനെ ആണെങ്കിലും എല്ലാവരെയും ഒന്നടങ്കം എന്താ പറയാ അധിക്ഷേപിച്ച പോലുള്ളൊരു ഇതായിട്ടാണ് എനിക്ക് ഇവരുടെ ആ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പൊ എന്തായാലും ഇത് ഒട്ടും ശരിയായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നില്ല. ഭയങ്കര അഹങ്കാരം തന്നെയാണ്. അപ്പൊ ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇത് തോന്നി. അങ്ങനെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പൊ അമൃത ടിവിയിൽ നടന്നൊരു പ്രോഗ്രാമാണിത്. എന്തായാലും ഇത് വല്ലാത്തൊരു അഹങ്കാരത്തിന്റെ ഒരു ഇത് തന്നെയാണ്. അതല്ലാതെ നമുക്ക് എന്താ പറയാൻ പറ്റുക. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കട്ടെ. അപ്പൊ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.